നമസ്തേ. വേദപുഷ്പത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നക്ഷത്ര സൂക്തത്തിലെ 5-ാമത്തെ മന്ത്രമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നേരത്തെ പോലെ തന്നെ ഇതിന്റെ ഋഷി ഗാർഗ്യ ഋഷി തൃഷ്ടുപ്ഛന്ദ നക്ഷത്രാണി ദേവത. ഗാർഗ്യ ഋഷി ഛന്ദ തൃഷ്ടുപ്പ് ദേവത നക്ഷത്രാണി. ഓർക്കുക, മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഒരു യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ നക്ഷത്ര സൂക്തം അതിൻ്റെ അർത്ഥസഹിതം അഥർവവേദത്തിൽ നിന്ന് എടുത്തുകൊണ്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു പ്രത്യേക കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു സൂക്തമായിട്ടാണ് പലരും ഇതിനെ ഗണിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളിത് പഠിക്കുക. ഞാൻ മന്ത്രത്തിലേക്ക് കടക്കാം. ഓം ആമേ മഹച്ഛദ ഭിഷഗ്വരീയ ആമേ ദ്വയാ പ്രോഷ്ടപദാസു ശർമ്മ രേവതി ചാശ്വയുചൗ ഭഗം മ ആമേരയും ഭരണ്യ ആവഹന്തോ. ഓം ആമേ മഹച്ഛദ ഭിഷഗ്വരീയ ആമേ ദ്വയാ പ്രോഷ്ടപദാസു ശർമ്മ രേവതി ചാശ്വയുചൗ ഭഗം മ ആമേരയും ഭരണ്യ ആവഹന്തോ. ഒന്നുകൂടി. ഓം ആമേ മഹച്ഛദ ഭിഷഗ്വരീയ ആമേ ദ്വയാ പ്രോഷ്ടപദാ സുശർമ്മ രേവതി ചാശ്വയുചൗ ഭഗം ആമേരയും ഭരണ്യ ആവഹന്തോ. 19-ാം കാണ്ഡത്തിലെ 7-ാമത്തെ സൂക്തമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അഥർവവേദത്തിലെ ഇത് 5-ാമത്തെ മന്ത്രം. മഹത് ശതഭിഷഗ്. മഹത് ശതഭിഷഗ്. മഹത്തായ ചതയം നക്ഷത്രം. മഹത് ശതഭിഷഗ്, മഹത്തായ ചതയം നക്ഷത്രം. മേ എനിക്ക്, വരീയഃ വരീയഃ ദീർഘായുസ്. മേ എനിക്ക്, വരീയഃ ദീർഘായുസ്. പ്രാപ്തമാക്കട്ടെ, പ്രാപ്തമാക്കട്ടെ. ദ്വയാ പ്രോഷ്ടപദ. ദ്വയാ പ്രോഷ്ടപദ. ഇരു പ്രോഷ്ടപദങ്ങൾ. ഇരു പ്രോഷ്ടപദങ്ങൾ. എന്താണ് ഈ പ്രോഷ്ടപദങ്ങൾ എന്ന് പറഞ്ഞാല്? പ്രോഷ്ടപദങ്ങൾ 2 ഇരു പ്രോഷ്ടപദങ്ങൾ. അതിൻ്റെ പേരെന്താന്ന് വെച്ചാൽ പൂർവഭാദ്രപദം, രണ്ടാമത് ഉത്തരഭാദ്രപദം. ഏതൊക്കെയാണ്? പൂർവഭാദ്രപദം എന്നും ഉത്തരഭാദ്രപദം എന്നും പേരുള്ള 2 പ്രോഷ്ടപദങ്ങളുണ്ട്. ഇതിന് മലയാളത്തിൽ പറയുന്നത് പൂർവഭാദ്രപദം എന്നതിന് പറയുന്നത് പൂരൂരുട്ടാതി നക്ഷത്രം എന്നാണ്. പൂരൂരുട്ടാതി. ഉത്തരഭാദ്രപദം എന്നുള്ളത് എന്താണ്? ഉത്രട്ടാതിയാണ്. ഉത്തരഭാദ്രപദം എന്ന് പറഞ്ഞാൽ ഉത്രട്ടാതി. മേ എനിക്ക്, സുശർമ്മ എനിക്ക് ഉത്തമമായ സുഖത്തെ. സുശർമ്മ സുശർമ്മ ഉത്തമമായ സുഖത്തെ പ്രാപ്തമാക്കട്ടെ, ലഭ്യമാക്കി തരട്ടെ. രേവതി അശ്വയുചൗച. രേവതി അശ്വയുജൗച. രേവതി നക്ഷത്രവും അശ്വയുജം എന്ന അശ്വതി നക്ഷത്രവും. രേവതി നക്ഷത്രവും അതുപോലെ അശ്വയുജം എന്ന അശ്വതി നക്ഷത്രവും മേ എനിക്ക് ഭഗം ഐശ്വര്യത്തെ, ഭഗം ഐശ്വര്യത്തെ പ്രാപ്തമാക്കട്ടെ. ഭരണ്യഃ. ഭരണ്യഃ ഭരണി നക്ഷത്രം. മേ ഭരണി നക്ഷത്രം. മേ എനിക്ക്. ഭരണ്യഃ ഭരണി നക്ഷത്രം. മേ എനിക്ക്. രയും ധനത്തെ. ധനത്തെ ആവഹന്തു പ്രാപ്തമാക്കട്ടെ, പ്രാപ്തമാക്കട്ടെ. ഞാൻ മന്ത്രം ഒരിക്കൽ കൂടി ചൊല്ലാം, അതിൻ്റെ അർത്ഥവും പറയാം. ഓം ആമേ മഹച്ഛദ ഭിഷഗ്വരീയ ആമേ ദ്വയാ പ്രോഷ്ടപദാസു ശർമ്മ രേവതി ചാശ്വയുജൗ ഭഗം ആമേരയും ഭരണ്യ ആവഹന്തോ. മഹത് ശതഭിഷഗ് മഹത്തായ ചതയ നക്ഷത്രം. മേ എനിക്ക്, വരീയ
ദീർഘായുസ് പ്രാപ്തമാക്കട്ടെ. പിന്നെ എന്താണ് പറയുന്നത്? ദ്വയാ പ്രോഷ്ടപദ, പ്രോഷ്ടപദങ്ങൾ, അതായത് പൂർവഭാദ്രപദം എന്ന പൂരുരുട്ടാദിയും ഉത്തരഭാദ്രപദം എന്ന ഉത്രട്ടാദിയും. എങ്ങനെയാണ്? ദ്വയാ പ്രോഷ്ടപദ, പ്രോഷ്ടപദങ്ങൾ, അതായത് പൂർവഭാദ്രപദം എന്ന പൂരുരുട്ടാദിയും ഉത്തരഭാദ്രപദം എന്ന ഉത്രട്ടാദിയും മേ എനിക്ക് സുശർമ്മ ഉത്തമമായ സുഖത്തെ പ്രാപ്തമാക്കട്ടെ. ഉത്തമമായ സുഖത്തെ പ്രാപ്തമാക്കട്ടെ. രേവതി അശ്വയുജൗച, രേവതി അശ്വയുജൗച, രേവതി നക്ഷത്രവും അശ്വയുജം എന്ന് പറയുന്ന അശ്വതി നക്ഷത്രവും മേ എനിക്ക് ഭഗം ഐശ്വര്യത്തെ പ്രാപ്തമാക്കട്ടെ. ഭഗം ഐശ്വര്യത്തെ പ്രാപ്തമാകട്ടെ. ഭരണ്യഃ, ഭരണി നക്ഷത്രവും മേ എനിക്ക് രയും ധനത്തെ വഹന്തു പ്രാപ്തമാക്കട്ടെ. വഹന്തു ധനത്തെ മേ രയും. രയും എന്ന് പറഞ്ഞാൽ ധനം. വേദത്തിൽ ധനത്തെക്കുറിച്ച് പറയുന്നുണ്ടോന്നൊക്കെ ആളുകൾ ചോദിക്കാൻ. രയും എന്ന് പറഞ്ഞാൽ ധനം. അഗ്നിനാരയമസ്നവത് പോഷമേവ ദിവേ ദിവേ യശസം വീരവത്വം എന്നുള്ള മന്ത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട്, മറക്കരുത്. അപ്പം ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നക്ഷത്ര സൂക്തത്തിലൂടെ നക്ഷത്രങ്ങളെക്കുറിച്ചുള്ള വിജ്ഞാനീയത്തെയാണ് വേദം പകർന്നു തരുന്നത്. ഈ ആകാശത്തിലെ പലതരത്തിലുള്ള വിജ്ഞാനീയങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ നക്ഷത്ര വിജ്ഞാനീയത്തെ അഥർവവേദം മുന്നോട്ട് വെക്കുകയാണ് ഈ സൂക്തത്തിലൂടെ. അങ്ങനെ നമ്മൾ 5 മന്ത്രങ്ങൾ പഠിച്ചു. എല്ലാവർക്കും എൻ്റെ ഹൃദയ നമസ്കാരം.